പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 1 കിലോ വെയിറ്റ് വരുന്ന റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ സ്പഞ്ചാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളറിൻ്റെ കാര്യമായാലും ശരി തന്നെ, അതിൻ്റെ പെർഫെക്ഷൻ ആയാലും ശരി തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുഴുവൻ വീഡിയോ നിങ്ങളിത് കാണണം, എന്നാൽ മാത്രമേ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടി ചെയ്യണേ. നമ്മളിനി ഏത് കേക്ക് ഉണ്ടാക്കണമെങ്കിലും നമ്മൾ ആ പാത്രം ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് ആദ്യം ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കേക്ക് ടിന്നിൽ ചുറ്റിനും അതുപോലെ താഴ്ഭാഗത്തായിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ അല്ലെങ്കിൽ A4 ഷീറ്റിൽ സൺഫ്ലവർ ഓയിൽ പുരട്ടിയിട്ട് വെച്ചാലും മതി കേട്ടോ. പിന്നെ ഇത് റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് ആയതുകൊണ്ട് തന്നെ ബട്ടർ മിൽക്ക് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാലിൽ 1 സ്പൂൺ വിനാഗിരി ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങാ നീരായാലും മതി കേട്ടോ. ഇനി ക്ലീൻ ആയിട്ടൊരു ബൗൾ എടുക്കുക. ഇതിൽ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് മാവ് എടുക്കുമ്പോഴത്തേക്കിന് 1 കപ്പ് മാവിൽ വടിച്ച് വേണം കേട്ടോ എടുക്കാൻ കൊണ്ട്. ഞാനിവിടെ എലൈറ്റിൻ്റെ മൈദയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1 സ്പൂൺ കൊക്കോ പൗഡറും അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തുന്നുണ്ട്. കൊക്കോ പൗഡർ ലൈറ്റ് കൊക്കോ പൗഡർ ആയാലും മതി. എൻ്റെ കയ്യിൽ ഇപ്പം അതില്ല, ഡാർക്കാണുള്ളത്. അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് 3 പ്രാവശ്യം ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടണമെങ്കിൽ 3 വട്ടം അരിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടൊരു ബൗൾ എടുക്കണം. അതിലേക്ക് ഇപ്പം ഞാൻ 4 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 മുട്ട എടുത്താലും മതി, കുറച്ച് വലിപ്പമുള്ളതാണെങ്കിൽ. ഇത് കുഞ്ഞു മുട്ടയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്തില്ലേ, മാവ് എടുത്തിട്ടില്ലേ, അതേ കപ്പിൽ ഞാൻ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ മുട്ടയും നമ്മുടെ വാനില എസൻസും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് വേണം നമ്മൾ കുറേശ്ശെയായിട്ട് നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒരു 2-3-4 പ്രാവശ്യമായിട്ട് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുത്ത് അതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം മാത്രം നമ്മൾ ബീറ്ററിൻ്റെ സ്പീഡ് കൂട്ടിക്കൊണ്ട് വരാവൂ. അങ്ങനെ നമ്മൾ കുറേശ്ശെയായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് നല്ല പതഞ്ഞ് വരണം കേട്ടോ. നല്ല പതഞ്ഞ് മുട്ടയുടെ കളറൊക്കെ ഒന്ന് മാറി ആ യെല്ലോ കളറൊക്കെ മാറി ഒരു ഓഫ് വൈറ്റ് കളർ പോലെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ നല്ലതുപോലെ ഫുൾ സ്പീഡിലിട്ട് നല്ല പതപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരണം നമ്മുടെ ഈ ബാറ്റർ എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്കിതൊരു റിബൺ കൺസിസ്റ്റൻസി ആയി കിട്ടും കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും കേട്ടോ. ഈ ഒരു രീതിയിൽ കിട്ടണം. ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ബാറ്റർ എന്ന് പറയുന്നത്. കേക്കിൻ്റെ ബാറ്റർ ഇങ്ങനെയാണ് കേട്ടോ വേണ്ടിയത്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബീറ്റ് ചെയ്യുന്നില്ല, വെച്ച് സ്പാച്ചുല വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ആ വീഡിയോ കട്ടായിപ്പോയി, 2-3-4 വീഡിയോൻ്റെ കട്ടായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യമായിട്ട് നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എപ്പോഴും ഫോൾഡ് ചെയ്യുമ്പോഴത്തേന് കുത്തി പൊടിച്ച് ഫോൾഡ് ചെയ്യരുത്. നമ്മൾ ഒരേ ഡയറക്ഷനിലേക്ക് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ ചെയ്യണം. ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എന്നാലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പറയുന്നത്. പതുക്കെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഈ കളർ ചേർത്ത് കൊടുക്കുന്നതാണ്. റെഡ് വെൽവെറ്റിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഇപ്പം ഞാനിവിടെ ഷെഫ് മാസ്റ്ററിൻ്റെ സൂപ്പർ റെഡ് എന്ന് പറഞ്ഞൊരു കളറാണ്. ഒരു 4 ഡ്രോപ്പോളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് പതിയെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ എല്ലാ വശത്തും നല്ല റെഡ് കളർ ആവുന്നവരെ ഒന്ന് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കണേ. അങ്ങനെ നമ്മൾ ഫോൾഡൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒരു കേക്കിൻ്റെ ടിന്നിലേക്ക് നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കിന് ശ്രദ്ധിക്കണം, മൊത്തത്തിൽ അത് വടിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ സ്പാച്ചിൽ അടിച്ചിട്ട് ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു സ്ക്യൂറോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വല്ലതും വെച്ചിട്ട് നല്ല ഒന്ന് എയർ ബബിൾസ് വേണം കേട്ടോ, അതിലൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാത്രം. ഇനി ഓവനിലാണെങ്കിൽ ഒരു 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് വേണ്ടോ വെച്ച് കൊടുക്കാനെ കൊണ്ട് എനിക്കിതിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിൽ 45 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബേക്കായി വന്നപ്പോഴത്തേക്കിനും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ.
അപ്പം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് മുകളിലും അതുപോലെ താഴ്ഭാഗമൊന്നും ഒരുപാട് കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ബട്ടർ പേപ്പർ നമ്മൾ അന്നേരം തന്നെ ഒന്ന് റിമൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ തന്നെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് വെക്കും. കാരണം ആ ചൂടിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിരുന്ന് കുറച്ച് ഹാർഡായി പോകും. ഇപ്പം നല്ല സൈഡൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ സൈഡിലും കൂടി ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ സൈഡ് കിട്ടുന്നത്. അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ പാത്രത്തിലൊക്കെ ആയിട്ട് ഒരുമാതിരി ഹാർഡായതുപോലെ തോന്നും. പ്രത്യേകിച്ച് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തേക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ, അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.